ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണോ? എവിടെ നിന്ന് വരുന്നതാണ്? പാലക്കാട് നിന്ന്. അത്രയ്ക്കും വലിയ ആരാധകയാണല്ലേ? പിന്നെ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ലാലേട്ടനെ കാണാൻ പറ്റില്ലേ എന്നുള്ള ഒരു സത്യം ഭയങ്കര ഷോക്കിലാണ്. കണ്ടാലും ഇപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ സ്വപ്ന ലോകത്താണ്. വരുന്നത് പാലക്കാട് ആലത്തൂർ. എത്ര മണിക്ക് വന്നു? രാവിലെ ഞങ്ങളൊരു 8 മണിയാകുമ്പോ അവിടെ നിന്ന് വന്നു. ചെറുപ്പം തൊട്ടുള്ള അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ. ലാലേട്ടൻ പറഞ്ഞ ജീവനാണ്. ഭയങ്കര ഹാപ്പിയും സത്യം പറഞ്ഞ ഉറക്കൂല. അത്രയും ഭയങ്കര അതിന്റെ ഹസ്ബൻഡാണ്. എല്ലാം മറന്നു വെച്ച് അല്ലേ? തീർച്ചയായും അതിനുവേണ്ടി എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വരാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ദൈവത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയിപ്പം ഒന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ആക്കണം. അതെ എല്ലാരും കാണിക്കണ്ടേ? ഭയങ്കര സന്തോഷത്തിലാണ്. ഈ വാക്കുകളാണ് കേട്ടോ ലാലേട്ടന്റെ ഒരു വികാരമാണ്. അതിന്റെ ഒന്നാമത്തെ തെളിവാണ്. കണ്ടില്ലേ, വീൽ ചെയറിലാണ് വന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് വരുന്നു. ആദ്യം രാവിലെ തന്നെ എത്തുന്നു. ഇനി ആ ഫോട്ടോ ഒന്നെടുത്ത് ചെറുപ്പം മുതൽ ലാലേട്ടൻ്റെ ഒരു ആരാധികയാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത് എത്രയോ ആളുകളാണ്. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. ഒന്നുമില്ല, എന്ത് അസുഖം ഉണ്ടെങ്കിലും ലാലേട്ടനെ കണ്ട് ആ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ചേച്ചി പങ്കുവെച്ച. പേരെങ്ങനെയാണ്? സുമ. അപ്പം ഇനി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പറയാൻ പറ്റുള്ളൂ അല്ലേ? അതെ, സത്യമാണ്. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം മറക്കും. അത്ര സന്തോഷത്തിലാണ്. വല്ലാത്തൊരു മൂവ്മെന്റ് ആണ് കേട്ടോ ഇത് കണ്ണു നിറയുന്ന ഒരു മൂവ്മെന്റ് ആണ്. ലാലേട്ടനോട് ഇഷ്ടം തോന്നിയെത്തിയ ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്. അവരുടെ വാക്കുകൾ കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡും ഉൾപ്പെടെ കുടുംബസഹിതം വന്ന് അമ്മയും ഉൾപ്പെടെ ആണ് വന്നിരിക്കുന്നത്. അമ്മയെ ഫോട്ടോ എടുക്കണ്ടേ? എടുക്കണല്ലേ? മകൻ എവിടെ? എല്ലാരും കൂടെ ഒരുമിച്ചാണ് വന്നേക്കണല്ലേ? അതല്ലേ, ഇനി ഫോട്ടോ എടുക്കണം അല്ലേ? ഇതാണ് നമ്മുടെ ആഗ്രഹം. അതെ തീർച്ചയായിട്ടും. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. നമ്മൾ കുട്ടിക്കാലത്തെ യോദ്ധ, കിലുക്കം, താളവട്ടം അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടാണല്ലോ ലാലേട്ടൻ ഒരു ഇൻസ്പയർ ആയത്. ഇന്നലെയും കണ്ടോ? എല്ലാ സിനിമയും കാണുന്നുണ്ട്. ഇതാണ് മോഹൻലാൽ എന്നാൽ ഒരു വികാരമാണ്. പ്രഷർ റൂമിൽ കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവ്, ഒരേ ഒരു രാജാവ് മോഹൻലാലാണെന്ന് തെളിയിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന, ലാലേട്ടൻ്റെ സിനിമകളോട് പ്രതീക്ഷ വയ്ക്കുന്ന, ലാലേട്ടനോട് ഇഷ്ടമുള്ളവർ, ആരാധകരുടെ ഒരു വലിയ ഒരു ഒഴുക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഫോട്ടോ സെക്ഷൻ തുടരുകയാണ്. രാവിലെ തുടങ്ങിയ ഫോട്ടോ സെക്ഷൻ ഒരേ നിന്നുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. മലയാള സിനിമയിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. മറ്റു ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും മലയാള സിനിമയിൽ ഈ ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യയിൽ തന്നെ ഇത് നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരാൾക്കൊരു ഫോട്ടോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് 6000-ഓളം പേര് വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു മുഹൂർത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.